ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. തിരുവനന്തപുരത്ത് വലിയതുറ പാലം തകർന്നു. പാലത്തിന്റെ ഒരു ഭാഗം അത് പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ജിബിൻ ജെബി ചേരുന്നുണ്ട്. ജിബിൻ, ഇത് എപ്പോഴായിരുന്നു സംഭവം? എന്താണ് സംഭവിച്ചത്? ദൃശ്യങ്ങളിൽ രണ്ടായി വിട്ടു നിൽക്കുന്ന പാലം കാണാം. സേതു, ഇത് തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഏറ്റവും വലിയ പാലങ്ങളിൽ ഒന്നാണ് വലിയതുറ പാലം എന്ന് പറയുമ്പോൾ ഇത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ പാലത്തിന്റെ രണ്ട് തൂണുകൾക്ക് കേടുപാടുണ്ടാവുകയും അത് ചരിഞ്ഞ നിലയിലുമായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ആളുകൾ കാണുന്നത് ഇത്തരത്തിൽ രണ്ട് തൂണുകളൊക്കെ തന്നെ പൂർണ്ണമായി തകർന്ന പാലത്തിന്റെ ഒരു വശം തകർന്ന കാഴ്ചയാണ് ഇന്ന് രാവിലെ ജനങ്ങൾ കാണുന്നത്. ഈ 2021 മെയിലാണ് ആദ്യമായി പാലത്തിന്റെ തൂണുകൾക്കൊക്കെ തന്നെ കേടുപാടുണ്ടായ കാര്യം പുറത്തറിയുന്നത്. അന്ന് തന്നെ ഈ പുറത്തുനിന്നെത്തുന്ന ആളുകൾക്ക് പാലത്തിലൂടെയുള്ള പ്രവേശനമൊക്കെ തന്നെ നിരോധിച്ചിരുന്നു. ഇവിടെയുള്ള പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് ഈ പാലത്തിൽ കയറുവാനുള്ള അതിനുശേഷമുള്ള പെർമിഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു ദുരന്തവും ഒഴിവായിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ വാർഡിന്റെ വലിയതുറ ഭീമപ്പള്ളി വാർഡിന്റെ കൗൺസിലർ മിലാനി പെരേരയുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഈ പാലം 2021 തകർന്ന ഒരു വശം തകർന്ന പാലമാണ്, പക്ഷെ അതിനുശേഷം ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഈ ഒരു പാലത്തിന് പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ കഴിയാത്ത കാരണം എന്താണ്? നമ്മൾ ആ സമയത്ത് തന്നെ ഈ പാലം ഇതായ സമയത്ത് പൊളിഞ്ഞു വന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ അവർ ഈ പാലത്തിൽ കൂടിയാണ് ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പൊളിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ രാഷ്ട്രീയം നോക്കാതെ 2 വാർഡിലെയും കൗൺസിലേഴ്സും നമ്മുടെ ഇവിടുത്തെ പൊതുപ്രവർത്തകരെല്ലാവരും കൂടെ ചേർന്നാണ് നമ്മൾ മിനിസ്റ്ററിന് ഒരു നിവേദനം കൊടുത്തത്. അപ്പോൾ ആ സമയം മുതൽ അവർ പഠനം നടത്തി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും അതിനൊരു തീരുമാനമായിട്ടില്ല. ഇപ്പോൾ ഇന്നതാ ഈ ഒരു അവസ്ഥയിലും ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഞങ്ങൾക്ക് മിനിസ്റ്ററോ MLA എല്ലാവരും നമ്മുടെ ഇവിടെ വന്ന് തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. എത്രയോ നാളുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ പുറകിൽ നിൽക്കുകയാണ്. പക്ഷെ ഇതുവരെയും നമുക്ക് അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് സേതു. അതായത് ഈ 2021 ഈ പാലത്തിന്റെ 2 തൂണുകൾ ഒരു വശം ചരിയ നിലയിലാണ്. തൂണുകൾക്കൊക്കെ തന്നെ കേടുപാട് വന്ന സ്ഥിതിയിലാണ് അന്ന് കണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷം ഈ പാലത്തിലൂടെയുള്ള പ്രവേശനമൊക്കെ തന്നെ നിരോധിച്ചിരുന്നുവെങ്കിൽ പോലും ഈ മത്സ്യത്തൊഴിലാളികൾ, അതായത് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് അവർക്ക് ഈ വള്ളങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്ന് ഒരുമിച്ച് ആളുകൾക്ക് കയറാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പാലമാണ് ഇവർ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഈ പാലത്തിൽ കൂടി കയറിയാണ് മത്സ്യത്തൊഴിലാളികൾ ഈ പാലത്തിന്റെ അങ്ങേയറ്റം എത്തിയ ശേഷം വള്ളങ്ങളിലേക്കൊക്കെ തന്നെ കയറിയിരുന്നത്. അതൊക്കെ തന്നെയാണ്, അതായത് ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവന മാർഗം പോലും തകരുന്ന രീതിയാണ് ഈ ഒരു പാലത്തിന്റെ അപകടം കൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജിബിൻ, ഈ ഒരു കാലത്തെ നമ്മളൊക്കെ ഈ സ്ഥിരം പോകുമായിരുന്നു ഈ കടൽപ്പാലത്തിലെ. രാത്രിയൊക്കെ പോയി അവിടെ ഇരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ 2021 ശേഷം ഒന്നും അവിടെ കയറ്റി വിടുന്നില്ല. അങ്ങനെയൊക്കെ ആയപ്പോഴാണ് അങ്ങോട്ടേക്കുള്ള പോക്കൊക്കെ ഒന്ന് കുറഞ്ഞത്. ഇതിപ്പോൾ പാലം പൊളിഞ്ഞ് താഴെ വീണിരിക്കുന്നു. ആ ഒരു ദുരവസ്ഥ അപ്പോൾ തന്നെ ഇവരൊക്കെ അറിയിച്ചതാണ്. എന്നിട്ടും അതിൽ നടപടിയൊന്നും ഉണ്ടായില്ല. സന്ദർശകരെ വിലക്കുക മാത്രമാണ് ഉണ്ടായത് അധികാരികൾ ചെയ്തത്. ഇതിപ്പോൾ ഈ സമയത്തെങ്കിലും ആരെങ്കിലുമൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ? ജനപ്രതിനിധികളടക്കം ആരെങ്കിലുമൊക്കെ ആ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ടോ? അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ലഭ്യമാണോ ജിബിൻ? സേതു, നമ്മോടിപ്പോൾ സംസാരിച്ചത് ഇവിടെ വലിയതുറ വാർഡിന് സമീപത്തുള്ള ഭീമ വാർഡിലെ കൗൺസിലറായിട്ടുള്ള മിലാനി പെരേരയാണ്. ഇവരൊക്കെ തന്നെ അതായത് ഈ പാലം ആദ്യമായി പാലത്തിന് കേടുപാടുണ്ട് എന്ന് അറിഞ്ഞ സമയം മുതൽ തന്നെ ഇതിനു വേണ്ടിയിട്ട് പാർട്ടി ഭേദമന്യേ ഈ നാട്ടിലെ ജനങ്ങളൊക്കെ തന്നെ ഒരുമിച്ച് പലതരത്തിലുള്ള നിവേദനങ്ങളൊക്കെ തന്നെ MLAക്കായിരുന്നാലും MPക്കായിരുന്നാലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കൊക്കെ തന്നെ ഇവർ പല സമയത്തായിട്ട് കൈമാറിയിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ ഇത്രയും നാളായിട്ടും ഈ 2021 ആദ്യമായിട്ട് കേടുപാട് സംഭവിച്ചതായി കാണപ്പെടുന്നതെങ്കിൽ പോലും അതിനുശേഷമുള്ള ഇത്രയും ദിവസങ്ങളിലും ഇതിനെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തന്നെ ഇന്നലെ രാത്രിയാണ് ഈ പാലത്തിന്റെ 2 തൂണുകൾ ചെറിയ രീതിയിൽ തകർന്ന കാര്യം വരെ അറിയുന്നത്. ഉടൻ തന്നെ ഇവർ ഈ സമീപത്തുള്ള ജനപ്രതിനിധികളെയൊക്കെ തന്നെ വിവരം അറിയിച്ചിരുന്നു. ഇന്ന് രാവിലെ ഈ പാലം പൂർണ്ണമായി തകർന്ന അവസ്ഥ, അതായത് ഈ പാലം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ 2 തൂണിരിക്കുന്ന ഭാഗവും പാലത്തിൽ നടന്നു പോകുന്ന പ്രധാന ഭാഗവും ഒക്കെ തന്നെ പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ്. ഇത് ഏത് നിമിഷം, അതായത് ഒരു വലിയ തിരയടിച്ചു കഴിഞ്ഞാൽ അറിയാൻ ഇനിയുള്ള കാലം ഈ വരുന്ന സമയം എന്ന് പറയുന്നത് ഇനി വലിയ കടലേറ്റ സമയമൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അത്തരത്തിൽ വലിയ തിരമാല അടിച്ചു കഴിഞ്ഞാൽ ഈ പാലം പൂർണ്ണമായി, ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പാലം പൂർണ്ണമായി തകരുന്ന അവസ്ഥയിൽ. പക്ഷേ ഇന്ന്, അതായത് ഈ ഒരു സമയമായിട്ട് പോലും പാലത്തിന്റെ ഇത്രയും വലിയ രീതിയിലുള്ള, അതായത് ഈ തൂണുകൾ തകർന്നുള്ള കാര്യം അറിഞ്ഞിട്ട് പോലും MLAയോ അത്തരത്തിലുള്ള ജനപ്രതിനിധികളോ ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇവർ എടുത്തു പറയുന്ന കാര്യം. എന്താണെങ്കിലും അധികാരികൾ ആരും അവിടേക്ക് എത്തിയിട്ടില്ല. പാലം തകർന്നു വീണ് ഇത്രയും സമയമായിട്ടും ഒരു മനുഷ്യൻ പോലും അവിടെ എത്തുകയോ കാര്യങ്ങൾ തിരക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് വലിയ കഷ്ടമാണ്. ഇനിയെങ്കിലും ഈ വാർത്തയൊക്കെ വന്ന സ്ഥിതിക്കെങ്കിലും ആരെങ്കിലും ഒക്കെ അവിടെ എത്തുകയും ഇതിലൊക്കെ ഒരു പരിഹാരം, തുടർ നടപടിയൊക്കെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. ജിബിൻ ജെബിയാണ് വിവരങ്ങൾ നൽകിയത്.